പക്ഷെ പിണറായി എനിക്കൊന്നും എല്ലാ സമയത്തും അങ്ങനെ ഒരു ഫേസ് ഉള്ള മനുഷ്യനാന്ന് തോന്നുന്നു. ആരുമായിട്ടും ഭയങ്കരമായിട്ടൊരു അത്ര അങ്ങ് മിങ്കിളാവാത്തൊരു പേഴ്സൺ, അല്ലെങ്കിൽ അത്ര ഫ്രണ്ട്ലി അല്ല. നമുക്ക് അങ്ങോട്ട് അപ്രോച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് തോന്നുന്നു ബാക്കി പൊളിറ്റീഷ്യൻസിനെ വെച്ച് നോക്കുമ്പോഴത്തേക്കിനും ഇപ്പൊ സതീഷിന്റെ അടുത്തൊന്നും പോകുമ്പോൾ എനിക്കാണെങ്കിൽ ഇപ്പൊ പേഴ്സണലി എനിക്കാണെങ്കിൽ ഞാൻ ഇപ്പൊ സതീഷിനെ കാണുവാണെങ്കിൽ എനിക്ക് തോന്നുന്ന ഒരു ഫീലും പിണറായി വിജയനെ കാണുമ്പോൾ എനിക്ക് തോന്നുന്ന ഫീലും ഡിഫറെന്റ് ആയിരിക്കും തോന്നുന്നു. കുറച്ചുകൂടെ അപ്രോച്ചബിൾ ആണ് സതീശൻ. അതേസമയത്ത് പിണറായി എന്ന് പറയുന്നത് കുറച്ചും കൂടെ ഒരു പേടിപ്പിച്ചിരുത്തുന്ന, നമ്മളോട് കടക്കുറത്തൊക്കെ പറഞ്ഞിട്ടില്ല, എല്ലാത്തിനോടും ഒരു ഞാനാണ് ഒരു വലിയ സംഭവം എന്നൊരു മൂഡ് പൊളിക്കേണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും. അതത്ര ഗുണം ചെയ്യുന്നു. ഇവർക്ക് തോന്നിയതുപോലെയാണ് കൂടുതൽ ആൾക്കാർക്കും അങ്ങനത്തെ കമന്റ്സ് ഒക്കെ വരുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ഒട്ടുമിക്ക ആളുകൾക്കും മറ്റേ ഞാനാണ് എന്തോ എന്നൊരു അങ്ങനെ ഒരു അഹംഭാവമായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഏറ്റവും കൂടുതൽ പിണറായി പറയുമ്പോൾ നമ്മൾ കമ്പയർ ചെയ്യാൻ എനിക്ക് ആദ്യം ഓർമ്മയായിരുന്നു ഉമ്മൻചാണ്ടിനെ. ഉമ്മൻചാണ്ടി എന്ന് പറഞ്ഞാൽ ആ ഒരു ജനകീയ നേതാവ്, ഷർട്ട് ബട്ടൺസ് പോലും ഇടാൻ സമയമില്ലാതെ ഓടി നടന്ന് പണിയെടുക്കുന്ന അല്ലെ കുറെ ക്ലിപ്സ് ഒക്കെ കണ്ടിട്ടില്ല. പക്ഷെ അത് അവര് ജീവിച്ചു വന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷെ അങ്ങനെ ഓടണം എന്നുള്ളതല്ല, ഒരു പൊളിറ്റീഷ്യൻ ആകുമ്പോഴത്തേക്കിനും നമുക്കൊരു മനുഷ്യനോട് അപ്രോച്ച് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അറിയണം എന്നുള്ള വാശി വേണമെന്നുള്ളത് അറിയണം എന്നുള്ള വാശിയല്ല. പക്ഷെ ഒരു മനുഷ്യൻ നമുക്കൊരു ആവശ്യമായിട്ടൊരു മനുഷ്യനെ സമീപിക്കാൻ അതിൽ മനുഷ്യൻ ഇപ്പൊ കടക്കുപുറത്ത് പറയുമെന്നാണ് നമുക്ക് തോന്നുന്നെങ്കിൽ, ഇപ്പൊ അല്ലെങ്കിൽ ഇപ്പൊ കാണാൻ മൂടില്ലെന്നാണ് പറയുന്നതെങ്കിൽ നമുക്ക് ആ മനുഷ്യൻ അപ്രോച്ച് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായില്ല. പക്ഷെ നമ്മള് പിണറായിലേക്ക് എത്തുന്നത് നേരിട്ട് പിണറായിലേക്ക് എത്താന്നുള്ളതല്ല, നമുക്ക് മറ്റു പല വഴികളിലുണ്ടല്ലോ. ഓരോ സ്റ്റെപ്പായിട്ടാണല്ലോ നമ്മൾ പല ആവശ്യങ്ങളായിട്ട് അങ്ങോട്ട് എത്തുന്നത്. അപ്പൊ നേരിട്ട് എനിക്ക് തോന്നുന്നു മമ്മൂട്ടിയും മോഹൻലാലിനെ വെച്ച് പറയുമ്പോൾ നമ്മൾ മോഹൻലാൽ നമുക്ക് കുറച്ചും കൂടി ഈസിയാണ് അപ്രോച്ച് ചെയ്യാൻ, നേരിട്ട് പോയി സംസാരിക്കാം. പക്ഷെ മമ്മൂട്ടി എങ്ങനെയായിരിക്കും പുള്ളി പ്രതികരിക്കാന്നുള്ള ഒരു തോന്നലുണ്ടാവില്ല. അപ്പൊ അതുപോലെ അത്രയെങ്കിലും പിണറായി ആയാൽ മതി എന്നാണ് എനിക്ക് തോന്നി. മമ്മൂട്ടി കഴിഞ്ഞ ദിവസം ബേസിലും ആസിഫിനെയും കെട്ടിപ്പിടിക്കുന്ന സംഭവം ഉണ്ടല്ലോ, അത്രയെങ്കിലും ആയാൽ മതി പിണറായി. പിടിക്കാൻ പറ്റുമോ? കെട്ടിപ്പിടിക്കണം എന്നുള്ള പോയിന്റ് അല്ല അത് ആക്ച്വലി. പക്ഷെ നമുക്കൊരു കുറച്ചും കൂടെ ഒരു മനുഷ്യനെ കാണുമ്പോൾ ഓ ഹീസ് മൈ ലീഡർ. എന്തിനാണ് നമ്മൾ അങ്ങനെ ആവണം, അല്ലെങ്കിൽ മുഖ്യമന്ത്രി ഇങ്ങനെ ആവണം, സതീശൻ ഇങ്ങനെയാണോ വാശി പെരുമാറുമ്പം ആ സോഫ്റ്റ്നെസ് ലൈക്ക് ആരായാലും, ലൈക്ക് ഒരാൾ എത്ര വലിയ ആളായാലും നമുക്ക് ആൾക്കാരെ ട്രീറ്റ് ചെയ്യാൻ നന്നായിട്ട് ട്രീറ്റ് ചെയ്യാൻ അറിയില്ലെങ്കിൽ അതൊരു കുറവാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പ്രത്യേകിച്ച് ഒരു മുഖ്യമന്ത്രിയല്ലേ. ഈ പറഞ്ഞ പോലെ മാധ്യമപ്രവർത്തകരാണ് ഏറ്റവും കൂടുതൽ പിണറായി തട്ടിക്കയറിയില്ലല്ലേ കടക്കുപുറത്ത് ഈ പറഞ്ഞതുപോലെ. അല്ലാതെ സാധാരണക്കാർക്കിടയിൽ നിൽക്കുമ്പോൾ പിണറായിക്ക് എപ്പോഴെങ്കിലും മോശമായിട്ട് കഴിഞ്ഞ ദിവസം ആ സെൽഫി എടുക്കാൻ ശ്രമിച്ച കുട്ടീനോട് പിണറായി മോശമായിട്ട് പെരുമാറി. അതിൽ വേറൊരു കാര്യമുണ്ട്. ഇപ്പൊ നമ്മള് ആളുകൾക്ക് അപ്രോച്ചബിൾ ആണെന്ന് പറയുന്ന വി.ഡി. സതീശനെ തന്നെ എടുത്തു കഴിഞ്ഞാൽ പുള്ളിയുടെ അടുത്ത് ഇപ്പൊ വേറൊരു വീഡിയോ ഇതുപോലെ വൈറലായിരുന്നു. പുള്ളി സ്റ്റേജിൽ വളരെ ആളുകളായിട്ട് നന്നായി സംസാരിക്കുന്നു. ഒരു സ്ത്രീ വന്ന് എന്തോ ഒരു നിവേദനം കൊടുക്കുന്നു, അവരത് വാങ്ങുന്നു, അയാൾ തിരിഞ്ഞിരുന്ന എന്തോ കീറി അത് കളയുന്നു. അഹംഭാവം തന്നെ പറയേണ്ടി വരും.